ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് എണ്ണയിൽ വറുത്ത് കോരാതെ ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോക്ക് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണമെന്ന് ക്ലിക്ക് ചെയ്യുന്നത് ഓൾ ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാനിന്ന് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കിലോൻ്റെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട്. കഴുകി ക്ലീൻ ആക്കി വെച്ച ചിക്കനാണ് കേട്ടോ. ചിക്കൻ്റെ സൈസ് നിങ്ങൾക്ക് നല്ല ചെറുതാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു മീഡിയം സൈസിൽ ഒക്കെ ആക്കിയിട്ട് എടുക്കാം. ഒരുപാട് വലുതാക്കണ്ട, ചെറിയ സൈസോ അല്ലെങ്കിൽ ഒരു മീഡിയം സൈസൊക്കെ ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനോ മസാല പറ്റിയിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ കഴുകി ക്ലീൻ ആക്കി അപ്പം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇനി പാൻ ചൂടാക്കിയിട്ടുണ്ട്. പാൻ ചൂടാക്കി നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ ക്ലീൻ ആക്കി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക. നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോ അല്ലെങ്കിൽ ലോയിലോ ഇട്ടിട്ട് വേണ്ട അത് ചെയ്യാൻ. നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. വഴറ്റി നമുക്ക് ഈ ചിക്കൻ്റെ കളറൊന്ന് മാറി വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ പച്ച കളറൊക്കെ ഒന്ന് പോയിട്ട് ഈ ഒരു കളറായി വരുന്ന സ്റ്റേജിൽ വേണം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കാൻ നോക്കുക. അതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അതിട്ട് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഇത്രയും പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫ്ലെയിം നിങ്ങൾ ഒന്നില്ലെങ്കിൽ ലോയിൽ വയ്ക്കുക അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ആക്കുന്നവരെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ നോക്കുക. പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം കേട്ടോ. നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്. ഞാൻ പൊടി ഇല്ലാത്തതുകൊണ്ട് ഒന്ന് നല്ല ജീരകം ഒന്ന് ചതച്ച് പൊടി പോലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ 1/2 ടീസ്പൂണാണ് പൊടിയാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ആ പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് എണ്ണയിൽ വറുത്ത് കോരാതെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അത് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് ഇട്ടാൽ മതിയിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ പെട്ടെന്ന് റെഡിയാവും. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാം. വേറെ കറിയൊന്നും വേണമെന്നില്ല. നമുക്ക് അതിൻ്റെ ആ മസാല കൂട്ടിയിട്ട് തന്നെ അതിന് മസാലയ്ക്ക് തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു നല്ലൊരു ടേസ്റ്റ്. നമുക്ക് സാധാ ചിക്കൻ ഫ്രൈയുടെ പോലെയല്ല, അതിന് മസാല അത്ര എടുത്ത് കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് മാത്രം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. കാരണം അടച്ചു വെച്ച് വേവിക്കുമ്പോൾ അതിൻ്റെ വെള്ളം ഒരുപാട് ഇറങ്ങി വന്നാൽ പിന്നെ അത് അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് വേറെ ഒരു രീതിയിൽ നമുക്ക് ആയി കിട്ടട്ടെ. പിന്നെ ആ വെള്ളം നമ്മൾ ഡ്രൈ ആക്കിയെടുത്ത് ഒന്ന് ഇതുപോലെ ആക്കി എടുക്കേണ്ടി വരും. അപ്പോൾ അടച്ചു വെക്കാതെ തന്നെ നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുത്ത് നിൽക്കുമ്പോൾ തന്നെ ആ ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടും. അതുപോലെ അതാ പറഞ്ഞത്, ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ചെയ്യരുത്. അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവും, നമ്മൾ ചിക്കൻ വേവില്ല. ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ ഇളക്കി കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ ചിക്കൻ വെന്ത് കറക്റ്റ് ഡ്രൈയിലായി കിട്ടും കേട്ടോ. കറക്റ്റ് നമ്മളെങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മളിതാ ഒരു 10-20 മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ കൈ എടുത്താലും ഫ്ലെയിം കുറവായതുകൊണ്ട് പിന്നെ അടി പിടിക്കൊന്നുമില്ല. പിന്നെ ഒന്ന് ഇളക്കി കൊടുത്താലും മതി കേട്ടോ. കണ്ടിന്യൂസ് ഇളക്കി കൊടുത്ത് നിൽക്കണമെന്നില്ല. നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടിട്ടാൽ മതി, ഹൈലിടണ്ട. അപ്പോൾ തന്നെ നമ്മൾ ചിക്കൻ വെന്ത് കിട്ടും കേട്ടോ. അടച്ചു വെച്ച് വേവിക്കണമെന്നില്ല. നമ്മളൊന്ന് ചിക്കൻ വെന്തതിന് ശേഷമാണ് ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അവിടെ മല്ലിച്ചപ്പാണ് അരിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് റെഡിയാക്കി കണ്ടില്ല, നമ്മളെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ്. ആ മസാല മാത്രം തന്നെ നമുക്ക് എടുത്ത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ അതാ തുള്ളി വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല. അതുപോലെ നല്ല സൂപ്പർ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, അതിൻ്റെ ആ മസാല കോട്ട് ചെയ്ത് കണ്ടില്ല. ആ മസാല മാത്രം തന്നെ എടുത്ത് കഴിക്കുന്ന നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഈ ഒരു ചിക്കൻ ഫ്രൈ മാത്രം മതി. ചോറ് നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും ഈ ഒരു ചിക്കൻ ഫ്രൈ മാത്രം മതി, വേറെ കറികളൊന്നും വേണമെന്നില്ല കേട്ടോ. കണ്ടില്ല, ഈ ഒരു മസാല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ മസാല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ ഫ്രൈ അല്ല. നമ്മൾ മറ്റേ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന പോലെ മസാല പറ്റി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് ഓയിലോ കാര്യങ്ങളോ കഴിക്കാത്ത ആൾക്കാർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണിത്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാ ചിക്കൻ ഫ്രൈനായിട്ടും ടേസ്റ്റാണ് ഈ ഒരു മസാലയും ഈ ഒരു ചിക്കനും കൂടി കഴിക്കാൻ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്ര വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.